ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൃപാസനം ജനുവരി മാസത്തെ പത്രത്തിലെ ചില സാക്ഷ്യങ്ങളാണ് ഞാനിവിടെ വായിക്കുന്നത്. പരിശുദ്ധ കൃപാസന മാതാവ് ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ നൽകിയ ഈ ദിനങ്ങളിൽ കടന്നു പോകുമ്പോൾ സാക്ഷ്യങ്ങൾ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഒന്നാണ്. ആദ്യത്തെ സാക്ഷ്യം രാധാ രാമചന്ദ്രൻ തട്ടുംപുറത്ത് മിഠായിക്കുന്ന് തലയോലപ്പറമ്പിൻ്റേതാണ്. സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഉടമ്പടിയിൽ കിഡ്നി സ്റ്റോൺ നീങ്ങിപ്പോയ സാക്ഷ്യം. എൻ്റെ മകന് എപ്പോഴും പനി വരുമായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ കിഡ്നി സ്റ്റോൺ ഉണ്ടെന്നും ഓപ്പറേഷൻ വേണമെന്നും പറഞ്ഞു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ കിഡ്നി സ്റ്റോൺ കാണുന്നില്ല എന്നും ഓപ്പറേഷൻ വേണ്ട എന്നും പറഞ്ഞു. കൂടാതെ 22 വർഷമായി ഒരു വാടക കെട്ടിടത്തിൽ ആയിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായി ഒരു ഇരുനില കെട്ടിടം എല്ലാ സൗകര്യങ്ങളോടും കൂടി പണിയാൻ പരിശുദ്ധമ്മ സഹായിച്ചു. മറ്റൊരു സാക്ഷ്യം അബീന തൃശ്ശൂരിൻ്റേതാണ്. സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെ: 17 വർഷം മക്കളില്ലാത്തവർക്ക് ഉടമ്പടി എടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 12 വർഷമായിട്ട് മക്കൾ ഇല്ലായിരുന്നു. പല ചികിത്സകളും ചെയ്തിരുന്നു, ഫലമില്ലായിരുന്നു. ഡോക്ടർ IVF ചെയ്യണമെന്ന് പറഞ്ഞു. അത് ചെയ്യാതെ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത്ഭുതകരമായി ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധമ്മ അനുഗ്രഹിച്ചു. പരിശുദ്ധ കൃപാസന മാതാവെ, അവിടുന്ന് നൽകിയ ഈ അനുഗ്രഹത്തെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞങ്ങൾ ശ്രമിക്കുന്നു. മാതാവെ, അനേകം മക്കളില്ലാതെ വിഷമിക്കുന്ന അവസ്ഥയിൽ കഴിയുന്നുണ്ടല്ലോ. മാതാവെ, അവിടുത്തെ കൃപ അവരിലേക്ക് ചൊല്ലുവാൻ, കർത്താവ് യേശുവിൻ്റെ കാരണം അവരിലേക്ക് ഒഴുക്കുവാൻ പ്രത്യേകമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ. മറ്റൊരു സാക്ഷ്യം മോളി ബേബിച്ചൻ പ്ലാക്കൽ ആലപ്പാറ ഇടുക്കിയുടേതാണ്. സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെ: പലവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടിയപ്പോൾ ഉടമ്പടി എടുത്തു. പിന്നെ സംഭവിച്ചത്: ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയ ഞാൻ ആൻജിയോഗ്രാം കഴിഞ്ഞ് ഇരിക്കുകയായിരുന്നു. പലവിധ രോഗങ്ങളാൽ ഞാൻ ദിവസവും കുറേ മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു. ഇപ്പോൾ 2 മാസമായി ഒരു മരുന്നും കഴിക്കുന്നില്ല. കൂടാതെ ഭർത്താവിൻ്റെ മദ്യപാനം പൂർണ്ണമായും മാറിക്കിട്ടുകയും തടസ്സപ്പെട്ടിരുന്ന മകളോട് ഭവനം പണി പൂർത്തിയാക്കാൻ സാധിച്ചു. മറ്റൊരു സാക്ഷ്യം ഫിലോമിന ജോസ്, വണ്ടന്നൂർ, കണിയാരം, മാനന്തവാടി, വയനാട്. ഉടമ്പടി തൈലം വെന്റിലേറ്ററിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞ വ്യക്തി ഉടമ്പടി തൈലത്തിലൂടെ സുഖപ്പെട്ട സാക്ഷ്യം. എനിക്ക് ഒരു ദിവസം പെട്ടെന്ന് ബോധം നഷ്ടപ്പെട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുറവില്ലാത്തതിനാൽ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ പറഞ്ഞു. അവിടെ ICUവിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർമാർ പരിശോധിച്ചിട്ട് ഒരു രോഗവും കാണുന്നില്ല എന്ന് പറയുകയും 4-ാം ദിവസം വെന്റിലേറ്ററിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞു. അന്ന് എൻ്റെ മകൾ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ പുരട്ടി 10 മിനിറ്റിനുള്ളിൽ എനിക്ക് ബോധം വന്നു. പരിശുദ്ധ അമ്മ നൽകിയ അനുഗ്രഹത്തിന് 1000 നന്ദി. മറ്റൊരു സാക്ഷ്യം പ്രിയങ്ക മോഹനൻ, പുതുശ്ശേരി, പള്ളിപ്പോർട്ട്, കോൺവെൻറ്റ് ബീച്ച്. സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെ: ഉടമ്പടി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ കുഞ്ഞ് സുഖപ്പെട്ട സാക്ഷ്യം. എൻ്റെ മകന് യൂറിനറി ഇൻഫെക്ഷൻ വന്ന് ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ ബൈലാറ്ററൽ അൺഡിസെൻഡഡ് ടെസ്റ്റീസ് മൈൽഡ് ഇൻഗ്വനൽ ഹെർണിയ എന്ന് പറയുകയും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് സർജറിക്ക് വേണ്ടി വിടുകയും ചെയ്തു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം കുഞ്ഞിൻ്റെ അസുഖമുള്ള ഭാഗത്ത് പുരട്ടി പരിശുദ്ധമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. സർജറിക്ക് ചെന്നപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് കുഞ്ഞിന് ഒരു കുഴപ്പം ഇല്ലെന്നും സർജറി വേണ്ടെന്നും പറഞ്ഞു. പരിശുദ്ധമ്മയ്ക്ക് നന്ദി. വളരെ അത്യുജ്വലമായ ഒരു സാക്ഷ്യമാണ് പ്രിയങ്ക മോഹനൻ്റേത്. കുഞ്ഞിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് യാതൊരു അസുഖമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം പുരട്ടിയതിൻ്റെ ഫലമായി വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ സാധിക്കാതിരുന്നത് ദൈവശാസ്ത്രത്തിന് ചെയ്യാൻ കഴിഞ്ഞ ഒരു വലിയ ഒരു സാക്ഷ്യം തന്നെയാണ് നമ്മൾ ഈ കേട്ടത്. മറ്റൊരു സാക്ഷ്യം ഡിംപിൾ ഡേവിസ്, ചീരകത്തിൽ ഹൗസ്, മൂഴിക്കുളം. ഉടമ്പടി 8 വർഷത്തിന് ശേഷം സന്താന ഭാഗ്യം. പരിശുദ്ധ കൃപാസന മാതാവേ, സന്താനങ്ങളില്ലാതെ അനേകം വർഷങ്ങളായിട്ട് ജീവിക്കുന്ന അനേകം ദൈവമക്കളെ ഈ സാക്ഷ്യത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. മാതാവേ, അവരിലേക്ക് അമ്മയുടെ കൃപ
കടന്നു ചെല്ലണമേ. സാക്ഷ്യം ഇങ്ങനെയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 8 വർഷമായിട്ടും കുട്ടികൾ ഇല്ലായിരുന്നു. ട്രീറ്റ്മെൻറ്റുകൾ ഫലിച്ചില്ല. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും ഉടമ്പടി തൈലം വയറിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. കൂടാതെ ഉടമ്പടിയിലൂടെ 7ാമത്തെ തവണ OIT എക്സാം പാസ്സാവാനും കഴിഞ്ഞു. എത്ര മഹത്തരമായ സാക്ഷ്യമാണ് ഈ മകളുടേത്. 8 വർഷത്തിന് ശേഷം സന്താന സൗഭാഗ്യം, അതോടൊപ്പം ഇരട്ടി മധുരം എന്ന പോലെ 7ാമത്തെ തവണ OIT പോലും പാസ്സാക്കാൻ ദൈവത്തിൻ്റെ കൃപയ്ക്ക് കഴിഞ്ഞു എന്ന സാക്ഷ്യം. പരിശുദ്ധമ്മയ്ക്ക് 100 കോടി നന്മകൾ നേരുന്നു. കൃപാസനം മാതാവിൻ്റെ മുമ്പിൽ അനാകായിരങ്ങൾ സാക്ഷ്യങ്ങളിൽ ചിലത് മാത്രമാണ് ഞാനിവിടെ വായിച്ചത്. മറ്റൊരു സാക്ഷ്യത്തിൻ്റെ പെരുമഴയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ.